ഇടുക്കി മൂന്നാർ പെരിയവര എസ്റ്റേറ്റിലെ ചോലമല ഡിവിഷനിൽ വൻ തീപിടുത്തം. ലയത്തിലെ 7 വീടുകൾ പൂർണ്ണമായും, ഒരു വീട് ഭാഗികമായും കത്തിനശിച്ചു. വീടുകളിൽ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെട്ടതിനാൽ ആളപായം ഒഴിവായി. ഇന്ന് പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. മൂന്നാറിലെ പെരിയവര എസ്റ്റേറ്റ് ചോലമല ഡിവിഷനിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്ന 10 മുറി ലയത്തിലെ 7 വീടുകളാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഒരു വീടിന് ഭാഗികമായും തീപിടിച്ചു. ഗൗരി, പഞ്ചവർണം, മീനാക്ഷി, രാധിക, രാജു, പഴനിസ്വാമി, വയലറ്റ് എന്നിവരുടെ വീടുകളാണ് കത്തിനശിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. വീടുകളിൽ ഉറങ്ങുകയായിരുന്ന തൊഴിലാളികളെ ബഹളമുണ്ടാക്കി പുറത്തേക്കെത്തിച്ചതിനാൽ ആളപായമുണ്ടായില്ല. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൂന്നാർ അഗ്നിശമന കേന്ദ്രത്തിൽ നിന്നും വാഹനം എത്തിയെങ്കിലും പ്രവർത്തനരഹിതമായതോടെ 30 കിലോമീറ്റർ അകലെയുള്ള അടിമാലിയിൽ നിന്നുമാണ് അഗ്നിശമന സേനയുടെ വാഹനം എത്തിയത്. ഫയർഫോഴ്സ് എന്താണെങ്കിലും എത്തുമ്പോൾ ഒരു 3/4 മണിക്കൂറാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തി ഫയർഫോഴ്സ്. വന്നപ്പോൾ ഫയർഫോഴ്സ് ഇവിടെ വന്ന് ഓൺ ചെയ്യുക, അവിടെ മോട്ടോർ വർക്കാകുന്നില്ല ഫയർഫോഴ്സിന്റെ. ആ ഫയർഫോഴ്സ് ആ സമയം ശരിയായി ഇരുന്നിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ 2 വീടോടെ കത്തിത്തീർന്നേനെ. പക്ഷെ അത് കഴിഞ്ഞുകൊണ്ട് 7 വീട് മൊത്തം കത്തിപ്പോയി. അപ്പോൾ ഫയർഫോഴ്സ് ഞങ്ങൾ വിളിക്കുമ്പോഴേ പറയുന്നു വലിയ വണ്ടി ഇങ്ങോട്ട് കയറും, നേരത്തെ ഇതിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അവർ ചെറിയ വണ്ടി അങ്ങോട്ട് അയച്ചു വിട്ടത്. തൊഴിലാളികളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം തീയിൽ കത്തിയമർന്നു. സർട്ടിഫിക്കറ്റ് എല്ലാം എരിഞ്ഞിരിച്ച്, നാളെ വീട്ടിലൊക്കെ പിള്ളേർക്ക് കല്യാണത്തിന് വെച്ചിട്ട് 20 നാളെ എരിഞ്ഞു പോச்சு. കട്ടില്, പീരോ, TV, വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ് எல்லாமே எரிஞ்சிருச்சு. துணிமணி உட்பட ஒண்ணுமே நாங்க எடுக்கல. எங்களுக்கு இந்த ஸ்கூல் புக்கு, நோட்டு, யூனிஃபார்ம் எல்லாமே எரிஞ்சிருச்சு. ஆதார் கார்டு எல்லாமே எரிஞ்சிருச்சு. ചോലമല ഡിവിഷനിൽ 10 വീടുകളുള്ള ലൈൻസിൽ 7 വീടുകൾ പൂർണ്ണமாக നഷ്ടപ്പെട്ടിരിക്കുന്നത്. இந்த ലയത്തിൽ ഇരിക്കുന്ന അனைத்து വീടുകളിലും മുഴുமையான പൊരുളുകൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത്. എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കൃത്യസമയത്ത് ഇടപെട്ട് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയത് തുണയായി. ബഹളമുണ്ടാക്കി തീ പടർന്നുകൊണ്ടിരുന്ന വീടുകളിൽ നിന്നും ആളുകളെ പുറത്തെത്തിച്ചത് മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. KDHP കമ്പനി അധികൃതർ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.